തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. അഴിമതിയെന്ന വി ഡി സതീശൻ തന്നെ ആരോപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് സ്വന്തം ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിന് വിശ്വാസയോഗ്യമായ മറുപടി പറയാൻ ഇതുവരെയും മുഖ്യമന്ത്രിക്കായിട്ടില്ല. മാത്രവുമല്ല, പ്രഖ്യാപനത്തിലെ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടി ശരവേഗത്തിലുള്ള ഫയൽ നീക്കത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ റിപ്പോർട്ടർ TV ഇന്ന് പുറത്തുവിട്ടു. 3.5 വർഷം തീരുമാനമാകാത്ത ഫയൽ വി ഡി സതീശൻ സർക്കാർ 3-ാം നാൾ തന്നെ സജീവമാക്കി. ജൂൺ 14 രാത്രി 10:12 മുഖ്യമന്ത്രി ഫയലിൽ തീരുമാനമെടുത്തു. തൊട്ടടുത്ത ദിവസം രാവിലെ 8:45 സെക്രട്ടേറിയറ്റ് തുറക്കും മുമ്പേ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഫയൽ നടപടികൾ വേഗത്തിലാക്കി. 2 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് ജൂനിയർ സൂപ്രണ്ടും ഫയൽ അടുത്ത ഘട്ടത്തിലേക്ക് കൈമാറി. സെക്ഷൻ ഓഫീസർക്ക് ഫയൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നത് വെറും 1 മിനിറ്റ്. 4-ാം നാളിൽ ബജറ്റിലും ഇടം പിടിച്ചതോടെ നീക്കങ്ങൾ കരുതിക്കൂട്ടിയെന്ന് വ്യക്തം. റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ നിർണായക വിവരങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വി ഡി സതീശനെതിരെ ആദ്യ അഴിമതി ആരോപണം സഭയിൽ തന്നെ ഉന്നയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർബി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ മുനയൊടിക്കുന്ന മറുപടിക്ക് പകരം ക്രമപ്രശ്നം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ അഴിമതി ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിടുക്കം കൂട്ടിയത്. ഇതോടെ പ്രസംഗം നീക്കിയതുകൊണ്ട് അഴിമതി ഇല്ലാതാകില്ലെന്ന് KN ബാലഗോപാൽ തിരിച്ചടിച്ചു. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് റൂൾ 50യുടെ നോട്ടീസ് നിഷേധിച്ചിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാൽ ആ മൈക്ക് ഓഫ് ആക്കുക മാത്രമല്ല, രേഖ തന്നെ റദ്ദ് ചെയ്യുമെന്ന് പറയുന്ന തരത്തിലേക്ക് ഇരുണ്ട ഒരു നാളുകളിലേക്ക് നമ്മുടെ നിയമസഭയെ കൊണ്ടെത്തിക്കാനാണ്. അതുകൊണ്ടാണല്ലോ സഭാ TV ഇത് മാറ്റിയത്. കോൺഗ്രസിനുള്ളിലെ അമർഷത്തിനിപ്പുറം ഇന്ന് മുന്നണിയിലെ 2-ാം കക്ഷി മുസ്ലിം ലീഗും അതൃപ്തി പരസ്യമാക്കി. നികുതി ഇളവിൽ ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ആവശ്യമുന്നയിച്ചു. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലുമായി തങ്ങൾ എഴുതിയ ലേഖനത്തിലാണ് ഈ ആവശ്യം മുന്നോട്ടുവച്ചത്. വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ സതീശന്റെ രാഷ്ട്രീയ ഗുരു VM സുധീരൻ ഇന്നും കളം നിറഞ്ഞു. ഇങ്ങനൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയതിനു ശേഷം പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തീർച്ചയായും ജനവികാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കണക്കിലെടുക്കും.